സോ ഗൈസ്, എല്ലാവർക്കും യാസിൻ വ്ളോഗ്സ് ഫാമിലിയിലോട്ട് സ്വാഗതം. ഇന്ന് നിങ്ങളെല്ലാവരും തംബ്നെയിൽ കണ്ടിട്ട് നെട്ടി വന്നതായിരിക്കും. അപ്പം നമ്മുടെ അനിയൻ്റെ എൻഗേജ്മെൻ്റ് അല്ലേ? സോറി, പെണ്ണ് കാണൽ ചടങ്ങ് കഴിഞ്ഞിരിക്കുകയാണ്. അക്കു എല്ലാവരും വിചാരിക്കും അക്കുവും ദുബായിലാണ്. ഈ ഒരു പെണ്ണ് കാണൽ ചടങ്ങ് നടന്നിരിക്കുന്നതും ദുബായിൽ വെച്ചിട്ടാണ്. അക്കുവിൻ്റെ അല്ല, എൻ്റെ അനിയൻ്റെ അല്ല, ഷിങ്കുവിൻ്റെ അനിയൻ്റെ. അത് ആരാണ് കറക്റ്റ് പറഞ്ഞു കൊടുക്കുക? അതായത് ഇവർക്ക് അറിയാൻ പറ്റും. അതായത് എൻ്റെ ഉമ്മയുടെ അനിയത്തി ഷംല, നൗഷാദ് ചാച്ച എന്നൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ ഫെമിലിയർ ആയിരിക്കും. നൗഷാദ് ചാച്ചാൻ്റെ മൂത്ത കുട്ടീൻ്റെ പെണ്ണ് കാണൽ ചടങ്ങ് അത് ഷാർജയിൽ വെച്ചിട്ടായിരുന്നു. ഒരു പെണ്ണ് കാണൽ ചടങ്ങ് കാരണം വളരെ കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളെ വീട്ടുകാരൊരു 30 പേരും അവര് വീട്ടുകാരൊരു 30 പേരും. ചെറിയ പരിപാടി ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല ഗൈസ്. ബിക്കോസ് എന്താ പറയാ, ഞങ്ങൾ പോകണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ അവിടെ വെച്ചെടുക്കുമ്പോൾ എല്ലാവർക്കും പോകാൻ പറ്റില്ലല്ലോ, കുറച്ച് പേര് പോകും. അല്ല, നമ്മളോട് ഓൾറെഡി പറഞ്ഞിട്ടേ വരുന്നുണ്ടോ, ഞാൻ പറഞ്ഞു ഇല്ല ഇപ്പോൾ വരാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞിരുന്നു. കാരണം എൻഗേജ്മെന്റ് ഉടനെ തന്നെ മെയ്യിലുണ്ടാവും. അപ്പോൾ അതിന് പോവാന്ന് വെച്ച് അതുകൊണ്ടാണ് ഞങ്ങൾ പോവായിരുന്നത്. ഓക്കെ, പക്ഷേ പിന്നെ ഷിങ്കുവിൻ്റെ ഇക്കാക്ക എല്ലാ വീഡിയോസും അവിടുന്ന് എടുത്ത് അയച്ചു തന്നിട്ടുണ്ട്. ഫാമിലി അവിടെ ഉള്ളതുകൊണ്ട് അവരെല്ലാ വീഡിയോസും നമുക്കിട്ട് അയച്ചു തന്നിരുന്നു. നമ്മളില്ലാത്തതുകൊണ്ട് നമ്മൾ ഫാമിലി ഞങ്ങളുടെ കല്യാണത്തിന് ശേഷം പിന്നെ നടക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ്. അപ്പൊ എന്തായാലും അത് യൂട്യൂബിൽ ഇടണമല്ലോ. അപ്പം അതാണ് ഇപ്പൊ യൂട്യൂബിൽ ഇടാൻ കാരണം. അപ്പം നമ്മൾ പരിപാടി ഇപ്പൊ 2 ദിവസമായി കഴിഞ്ഞിട്ട് പരിപാടിയൊക്കെ ഉഷാറായിരുന്നു. ചെക്കൻ്റെ പേര് നൗഷാദ്. പെണ്ണിന്റെ പേര് ഞാൻ പറയട്ടെ, ചാച്ചാക്ക് 3 ബോയ്സും പിന്നെ ഏറ്റവും ഇളയത് ഡുഡു ആണ്. അപ്പൊ മൂത്ത കുട്ടീന്റെ പേര് നൗഷാദ്, രണ്ടാമത്തെ കുട്ടീന്റെ പേര് നാഷിൻ നൗഷാദ്, മൂന്നാമത്തെ കുട്ടീന്റെ പേര് നിഷാൻ നൗഷാദ്, പിന്നെ എല്ലാരും എല്ലാരും ഞാൻ ഫാമിലിയാ. പിന്നെ നൗറിൻ, അതാണ് ഡുഡൂസ്. നമ്മള് ഡുഡു എന്നെ പോലത്തെ വേറൊരു ഡുഡു. ഓക്കെ, അപ്പൊ നിങ്ങൾക്കറിയാം. പെണ്ണിന്റെ പേര് ഇഷാന. ഓക്കെ, എല്ലാവരും ഓരൊക്കെ ദുബായിൽ സെറ്റിൽഡ് ആണ്. ഷാർജയിൽ. അപ്പം പിന്നെ ഞങ്ങള് കുറച്ച് കാലം കഴിഞ്ഞിട്ട് ജനുവരിയിൽ ദുബായിക്ക് പോകുമ്പോൾ കാണിച്ചു തരാം. പെണ്ണിന്റെ വാപ്പ ഉമ്മൊക്കെ നമ്മളെ വീഡിയോസ് കാണുന്നവർ തന്നെയാണ്, നമ്മള് സബ്സ്ക്രൈബേഴ്സ്. കേട്ടപ്പോ ഭയങ്കര സന്തോഷം. അതായത് ഷിങ്കുവിനെ വയനാട്ടിൽ കെട്ടിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ഭയങ്കര ദൂരം കൂടുതലാണ്. പക്ഷെ ഇപ്പൊ കെട്ടിച്ചിട്ടുള്ളത് അങ്ങ് കാസർഗോഡ്ക്കാണ്. അല്ല, അത് കെട്ടിക്കൊണ്ടിരുന്നത് കാസർഗോഡ്. ആദ്യം ഇവർക്ക് വയനാട് വരെ വന്നാൽ മതിയെന്നു. ഇപ്പൊ ഇവർക്ക് വയനാടും കഴിഞ്ഞ് കാസർഗോഡും പോകണ്ട അവസ്ഥ. സുഖം എന്തായെന്ന് വെച്ച് കഴിഞ്ഞാല് നേരെ വരുമ്പോ ആദ്യം ഒരു ദിവസം വയനാട്ടിൽ നിൽക്കും. പക്ഷെ കുഴപ്പമില്ല, എല്ലാരും ഗൾഫിലായ കൊണ്ട് അങ്ങനെ അല്ല, ഇവിടെ നിന്ന് ഇങ്ങനെ പോവാലോ. അപ്പം അതൊക്കെയാണ് പറയാനുള്ളത്. ഈ വീഡിയോ അത്രേ ഉള്ളൂ, വേറെ ഒന്നും കാണിക്കാനില്ലല്ലോ. അല്ല, നമ്മളുടെ വിശ്വാസം കൊടുക്ക് മുന്നാക്ക്. ഓന്റെ വിളിക്കുന്ന പേര് മുന്നാന്നാട്ടോ. അപ്പൊ നമ്മൾ ചെറുപ്പം മുതലേ ഉള്ളതല്ലേ, മുന്നാന്നാ വിളിക്കുക. ഞങ്ങള് നൗഷിന്നൊന്നും വിളിക്കൂല. അപ്പൊ മുന്നാക്കും ഈശാനാക്കും ഞങ്ങളെ ഒക്കെ എന്താ പറയാ, ബെറ്റർ ടുഗദർ, ഹാപ്പി പെണ്ണ് കാണൽ. അപ്പൊ ബാക്കി നിങ്ങൾ ഗൈസ് വീഡിയോ ഇരുന്ന് കാണാം. കമന്റ് ബോക്സിലൊക്കെ അഭിപ്രായം പറയണം, എങ്ങനെയുണ്ടായിരുന്നു അവരുടെ പരിപാടി. അത് കഴിഞ്ഞിട്ട് ഇനി സൂൺ എൻഗേജ്മെന്റ് വീഡിയോസ് ഒക്കെ വരുന്നതാണ് അല്ലേ. പിന്നെ ഞങ്ങളെ ഒരു സർപ്രൈസ് ഉണ്ട്. കുറച്ചും കൂടി വെയിറ്റ് ചെയ്താൽ കൂടുതൽ നിങ്ങൾ ഇതാക്കുന്ന കുറച്ച് സർപ്രൈസ് ഉണ്ട്. പിന്നെ നിങ്ങളെല്ലാവരും മിസ് ചെയ്ത് നമ്മൾ കഴിഞ്ഞ കമന്റ് ബോക്സിൽ കണ്ടീനു. ഞാനില്ലാണ്ട് ഒരു വീഡിയോ ഇല്ല എന്നൊക്കെയാണ് പറഞ്ഞത്. താങ്ക് യു സോ മച്ച് കേട്ടോ. പിന്നെന്താ പറയാനുള്ളത്? കുറച്ച് ദിവസം കഴിഞ്ഞാൽ നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബാക്കിയുള്ള വീഡിയോസ് കണ്ടിട്ട് കീപ് വാച്ചിങ്. യെസ്.
ഇതാണോ? പിന്നെ നിങ്ങൾ ഡോക്ടർ അശോകൻ ഭായ്, അതാണ് അശോകൻ ഭായ്. അശോകൻ ഭായ് ഉമ്മാടെ അനിയത്തിന്റെ മകൻ അജ്മൽ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ കുഞ്ഞിപ്പാടം മുളക് ജാബി, ഇത് രണ്ടാമത്തെ അവർ രണ്ടാമത്തെ മുളക് ഇബ്രാഹിം. ഇത് നേരെ താഴെ ബാബാ വലൈക്കും ഇസ്ലാം. വരന്റെ ഉമ്മാന്റെ ഷംലാവി. വധുവിന്റെ കൈ വിറയ്ക്കുന്നു, വരന്റെ വേപ്പ് വിറയ്ക്കുന്നുണ്ട്.
ഞാനിപ്പോ ശരിയാക്കിയോളാം. റെഡിയായി. ആർക്കും കൊടുക്കാണ്ട് ഒറ്റക്കിരുന്ന് ഫുഡ് കഴിക്കുന്ന അമ്മമാർക്ക് അവിടെ ആരാണ്ടൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട്. അതെ, ഇത് ബ്ലോഗാണ്. ഓക്കെ.